വാചാലമാവുകയും പറയുന്നത് വ്യക്തതയോട് പറഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന നടന്മാർ നമുക്കുണ്ട്. അതിൽ ഏറ്റവും മുൻനിരയിൽ ഒരു നടൻ നമുക്കുണ്ട്. ചെറുപ്പക്കാരെയൊക്കെ ആവേശം കൊള്ളിക്കുന്ന നടൻ പൃഥ്വിരാജ്. നിങ്ങൾക്കറിയാം, പൃഥ്വിരാജുമായി സംസാരിക്കുമ്പോൾ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഈ അഭിമുഖത്തിലൂടെ മനസ്സിലാകും. പൃഥ്വി, എനിക്ക് തോന്നുന്നത് എനിക്ക് വളരെ ചെറുപ്പത്തിലെ കുറച്ചധികം നല്ല ചിത്രങ്ങൾ ചെയ്ത ഒരാളാണ് പൃഥ്വിരാജ്. ഇതൊരു പ്രിക്കോഷനാണോ നിർമ്മാതാവിൻ്റെ കുപ്പായത്തിലേക്ക് കയറുന്നത്? എന്തിനു വേണ്ടിയുള്ള പ്രിക്കോഷൻ? അതായത് 10-12 വർഷം കഴിയുമ്പോൾ ഒരു നടൻ്റെ മേലങ്കി അഴിച്ചു വെക്കേണ്ടി വന്നാൽ പിന്നെ നിർമ്മാതാവിൻ്റെ കുപ്പായം കാര്യമായി അണിയാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 50 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ നടൻ്റെ വസ്ത്രം ഞാൻ അഴിച്ചു വയ്ക്കില്ല. അതിനെ ഉദ്ദേശിച്ചിട്ടുമില്ല. അതിനുള്ള കാലിബർ എനിക്കുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ 12 കൊല്ലമായിട്ട് പ്രേക്ഷകർ എനിക്ക് പതുക്കെയാണെങ്കിലും ഒരു സ്ഥാനം തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവരെ നിരാശപ്പെടുത്തില്ല എന്നുള്ള വിശ്വാസം ഉള്ളിടത്തോളം കാലം പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ നടൻ എന്ന തലം തന്നെ ആയിരിക്കും എപ്പോഴും ആദ്യം മുൻനിർത്തി കാണുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ പേരിൽ കുറച്ചധികം നല്ല സിനിമകൾ ഉണ്ടാവുക, നല്ല കുറച്ച് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥത വഹിക്കാൻ സാധിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ കാൽവെപ്പാണ് ഉർമി എന്ന് പറയുന്ന സിനിമ. കുറച്ചു കാലം മുമ്പ് മലയാളത്തിലെ ഒരു നായക നടനും ഒരു ചെറുപ്പക്കാരിയായ ഒരു നായികയുടെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പൃഥ്വി പറയുണ്ടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ പല നായക നടന്മാരും ഞെരിവിരി കൊണ്ട് കാണും ഈ അഭിപ്രായ പ്രകടനത്തിൽ. എന്താ പൃഥ്വിയുടെ അതിന് പ്രകോപനമായ എന്തായിരുന്നു? ഞാൻ പറഞ്ഞൊരു അഭിപ്രായം വളരെ ആലങ്കാരികമായി ഫ്രേസ് ചെയ്തേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞത് അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ മലയാളത്തിലെ ഇന്നുള്ള ഒരു വാണിജ്യ മൂല്യമുള്ള മുൻനിര നായകന്മാരെ വെച്ച് ഒരു പ്രണയകഥ ആലോചിക്കുക ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രണയകഥ എന്ന് വെച്ചാൽ പ്രണയകഥകൾ ഒരുപാട് ആലോചിക്കാം. പക്ഷേ ഒരു 20 വയസ്സുള്ള നായിക, ഒരു പാട്ടും ഡാൻസും ഒക്കെ ഉള്ളൊരു പ്രണയകഥ ഇന്നത്തെ മലയാളത്തിലെ മുൻനിര നായകന്മാരിൽ പലരെയും വെച്ച് ആലോചിക്കുക ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടത്. ആ അഭിപ്രായം ഞാൻ ഇന്നും പറയുന്നു. നമുക്ക് ഇന്നുള്ള മുൻനിര നായകന്മാരുടെ പ്രായവും അവരുടെ സ്റ്റാച്ചറും വെച്ച് നോക്കുമ്പോൾ ഒരു ആടിപ്പാടി ഡാൻസ് കളിച്ച് അടിച്ചു പൊളിച്ച് ബൈക്കിൽ ചുറ്റി നടക്കുന്ന ഒരു പ്രണയകഥ അവരെ വെച്ച് ആലോചിക്കുന്നത് ബുദ്ധിമുട്ടാണ്, മണ്ടത്തരമാണ്. ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മളെന്ന് പറയുന്ന വ്യക്തി എങ്ങനെ ഇവോൾവ് ആകുന്നു, നമ്മൾ പ്രായം ചെല്ലുന്നോറും നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഇവോൾവ് ആകുന്നു, സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം നമ്മൾ തന്നെ എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഉള്ളിലെ നടനും ഇവോൾവ് ആകണം. ഇന്ന് ഒരു 27 വയസ്സുകാരനായ പൃഥ്വിരാജ് എങ്ങനെ ചോക്ലേറ്റിൽ അഭിനയിക്കുമ്പോൾ കംഫർട്ടബിൾ ആകുന്നു, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിൽ അഭിനയിക്കുമ്പോൾ കംഫർട്ടബിൾ ആകുന്നു, നാളെ ഒരു 60 വയസ്സുകാരൻ പൃഥ്വിരാജ് ഒരു അച്ഛനായും അപ്പൂപ്പനായും അഭിനയിക്കാൻ കംഫർട്ടബിൾ ആകണം എന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടത്. സൂപ്പർ സ്റ്റാറുകൾക്ക് ഇങ്ങനെ അടച്ചൊരു വെടി കൊടുത്തപ്പോഴേ, അതായത് ഈ ഐ ലവ് യു പദപ്രയോഗം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഐ ലവ് യു പദപ്രയോഗം എനിക്കറിയില്ല, ഞാൻ അഭിപ്രായപ്പെട്ടിട്ടില്ല. പൃഥ്വി നിഷേധിച്ചോളൂ, അത് കുഴപ്പമില്ല. ആയിക്കോട്ടെ. എന്നാലും ഒരു ദുഷ്ടബുദ്ധി എന്നുള്ളതിൽ ഞാനത് ചോദിച്ചേക്കുള്ളൂ. അതായത് ഈ മലയാള സിനിമയിലെ നിർമ്മാതാക്കളോട് സംവിധായകരോട് ബുദ്ധിയുണ്ട് ഇങ്ങോട്ട് നോക്കൂ, ഇതാ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുന്നതിന് പരോക്ഷമായ ഒരു വെളിപ്പെടുത്തലായിരുന്നു അത്. രണ്ട് വശങ്ങളാണ്. ഒന്ന്, ഇങ്ങോട്ട് നോക്കുന്നല്ല ഞാൻ പറഞ്ഞത്. സത്യത്തിൽ എൻ്റെ യാഥാർത്ഥ്യം എന്നേക്കാൾ പ്രായം കുറഞ്ഞ നടന്മാർ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് കുറേ പുതിയ കുട്ടികൾ വന്നിട്ടുണ്ട്. അവരിൽ കുറേ ആൾക്കാർ ടാലൻ്റ് ആണ്. എന്നേക്കാൾ പ്രായം കുറവുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കുന്നല്ല, അങ്ങോട്ട് നോക്കി കുറച്ച് ബുദ്ധി കാണിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരെ കൊണ്ട് ഇനി അത് ചെയ്യിപ്പിക്കാതെ, അവരിലെ നടന്മാരെ കൊണ്ട് വെറുതെ ഇങ്ങനെ കോമാളി വേഷം കെട്ടിക്കാതെ, അവരിലെ പ്രതിഭയെ നമുക്ക്, അവരെന്ത് ഔട്ട്സ്റ്റാൻഡിങ് ആക്ടേഴ്സാണ്, അവരെ കൊണ്ട് വെറുതെ നമ്മൾ ഈ നായകന്മാരെ വെച്ച് ഡാൻസ് കളിപ്പിക്കുക, അവരുടെ പുറകെ പ്രണയം അഭിനയിച്ച് നടക്കുക, അതൊക്കെ കാണുമ്പോൾ നമ്മൾ 30 കൊല്ലം മുമ്പ് അവരിത് ചെയ്യുന്ന കണ്ടതാണ്. അപ്പോൾ ഇന്നും അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പോൾ അവരിലെ ആക്ടേഴ്സിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ വിനിയോഗിക്കണം. അതുകൊണ്ട് ഞാൻ ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ നല്ല അഭിപ്രായപ്പെട്ടത്, അങ്ങോട്ട് നോക്കി കുറച്ച് ബുദ്ധി കാണിക്കുമെന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടത്. പൃഥ്വിയിലെ നടൻ കൂടുതൽ മഹാമനസ്കനാകുമെന്ന് എനിക്ക് തോന്നുന്നത്. സ്വന്തം അഭിനയത്തിൻ്റെ പരിപോഷണത്തെക്കാളും മറ്റുള്ള നടന്മാർ എങ്ങനെ ചിന്തിക്കണമെന്ന് പറയുന്ന പോലെ തോന്നി അടുത്ത കാലത്തായി. ഞാൻ മറ്റുള്ള നടന്മാരെങ്ങനെ ചിന്തിക്കണം എന്നല്ല പറയുന്നത്, ഞാൻ ഉൾപ്പെടുന്ന സിനിമ പ്രേക്ഷക സമൂഹം എങ്ങനെ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന സമൂഹമാണത്. ഞാനും പോയി കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ സിനിമകൾ, ഞാനും കണ്ടിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, കൈയടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരു കാലക്രമേണ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മലയാള സിനിമയുടെ ഒരു വലിയ വെൽത്തിനെ നശിപ്പിക്കുകയാണ്. എന്നും മറ്റ് റീജിയണൽ ഭാഷകൾക്ക് മുമ്പിൽ നമ്മൾ തലയുയർത്തി നിന്നത്, അല്ലെങ്കിൽ മലയാളിയുടെ സ്വകാര്യമായ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ആക്ടിങ് കാലിബറാണ്. മമ്മൂട്ടി, മോഹൻലാൽ, നെടുമുടി വേണു, ജഗതി ശ്രീകുമാർ, ഇന്നസെൻ തുടങ്ങിയ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കുറേ ആക്ടേഴ്സാണ് നമ്മുടെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അവരെ ഇങ്ങനെ പതുക്കെ നശിപ്പിക്കാതെ അവരെ ഇനിയും നർച്ചർ ചെയ്യണം നമ്മളെന്നാണ് ഉദ്ദേശിച്ചത്. ലാലേട്ടനെയും മമ്മൂക്കയൊക്കെ വെച്ച് അവരുടെ ഇന്നത്തെ അവസ്ഥയിൽ ചെയ്യാവുന്ന എത്രയോ നല്ല കഥകളുണ്ട്. അതിന് അവർ തയ്യാറാവണം, അവർ വെച്ച് സിനിമ എടുക്കുന്ന നിർമ്മാതാക്കളും തയ്യാറാവണം. അത് കണ്ട് അത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ പ്രേക്ഷകരും തയ്യാറാവണം. പൃഥ്വി തന്നെ പറഞ്ഞു, ഈ സൂപ്പർ സ്റ്റാർഡം എന്ന് പറഞ്ഞ നല്ല സിനിമകൾ ഉണ്ടാകാൻ തടസ്സമാണ് എന്നതിൽ പൃഥ്വി ഒരു അഭിപ്രായം പറയുന്നത്. അതെ,
അപ്പോൾ സത്യം പറഞ്ഞാൽ പല ആളുകളും പൃഥ്വിരാജ് എന്ന നടനെ ചിലപ്പോൾ ഒരുപക്ഷെ കൊമേഴ്സ്യലി ക്യാഷ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. ആളുകൾ പറയുന്നുണ്ട് സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കുതിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഒരാൾ പൃഥ്വിരാജിനെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു, എതിർക്കുമോ? ഈ സൂപ്പർ സ്റ്റാർഡം അല്ലെങ്കിൽ സ്റ്റാർഡം എന്ന് പറയുന്നത് ഒരു നടൻ താനെ അക്വയർ ചെയ്യുന്ന പദവിയോ സ്ഥാനമോ അല്ല. അതൊരു നടൻ ഒരു വോളിയം ഓഫ് വർക്ക്, അയാളൊരു വോളിയം ഓഫ് വർക്കോട് അംഗീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ പ്രേക്ഷകരും സിനിമാ നിരീക്ഷകരും അയാളിൽ ചാർത്തുന്ന ഒരു പട്ടമാണ്. അപ്പോൾ എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് സൂപ്പർ സ്റ്റാർ ആകാനൊന്നും പറ്റില്ല. അത് എന്റെ ചോദ്യം അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ സൂപ്പർ സ്റ്റാർഡം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനെന്ന് പറയുന്ന നടന്റെ മൂല്യമാണെങ്കിൽ, വാണിജ്യ മൂല്യമാണെങ്കിൽ ഞാൻ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു. പക്ഷേ ഈ സൂപ്പർ സ്റ്റാർഡം എന്ന് പറയുന്ന പദവി നമ്മളിൽ ആരോപിക്കപ്പെടുമ്പോൾ അതിൻ്റെ മറ്റൊരു അപകടമുണ്ട്. അങ്ങനെ ഒരു നിലയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് നമ്മളെന്ന നടനെ ചൂഷണം ചെയ്യൽ നിർത്തി നമ്മളെന്ന താരത്തെ ചൂഷണം ചെയ്യൽ തുടങ്ങുന്നത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് വലിയ വലിയ താരങ്ങളെ അവർക്കുള്ളിലെ നടന്റെ പ്രതിഭ അതായിരിക്കും ഒരു സിനിമയിലൂടെ ചൂഷണം ചെയ്യപ്പെടുന്നത്. അവരുടെ താരം, മമ്മൂട്ടി എന്ന് പറയുന്ന താരം അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന താരത്തെയാണ് നമ്മൾ പലപ്പോഴും ഒരു സിനിമയിൽ കാണുന്നത്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ സൂപ്പർ സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സിനിമയെ ദോഷകരമായി ബാധിക്കുന്നത്. നമ്മൾ ഹോളിവുഡ് പരിശോധിച്ചാൽ 20 മില്യൺ 30 മില്യൺ ഡോളേഴ്സ് വാങ്ങിക്കുന്ന ലിയനാർഡോ ഡി കാപ്രിയോ, ടോം ഹാങ്ക്സ്, ടോം ക്രൂസ്, റസൽ ക്രോ എന്നൊക്കെ പറയുന്ന നടന്മാർക്ക് ആർക്കും അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർഡം ഇല്ല. തീർച്ചയായിട്ടും വില കൂടിയ നടന്മാരുണ്ട്, വില കുറഞ്ഞ നടന്മാരുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു സിനിമ കുറച്ചുകൂടി ക്യാരക്ടേഴ്സിലേക്ക് ഒബ്ജക്റ്റീവ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പൃഥ്വിയുടെ താടിയൊക്കെ എനിക്കൊന്ന് കുറച്ച് കുറ്റിരോമങ്ങളും ആ കൂടെ ചെറുപ്പക്കാരെ ഇളക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നല്ലേ? ഞാൻ കുറ്റിത്താടി വെച്ച് ഒരു 10-35 സിനിമയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആണല്ലേ? പിന്നെ ഞാൻ ആദ്യം നന്ദൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഡയറക്ടർ രഞ്ജിത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് താടി മീശ വളർത്തണം, കാരണം കുറച്ച് എനിക്ക് തീരെ പ്രായമില്ല, കുറച്ച് പ്രായം കൂടുതൽ തോന്നുന്നു. അതെ, കുറച്ച് പ്രായം കൂടുതൽ തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് താടി മീശ വളർത്തുന്നത്. എനിക്ക് തോന്നി നന്ദനത്തിലെ സ്റ്റിൽസ് കണ്ടിട്ട് അതങ്ങ് ആ അപ്പിയറൻസ് അങ്ങ് സെറ്റായി പോയി. പിന്നെ ആരാധകരുണ്ടോ കേരളത്തിൽ? ഉണ്ട്. ഞാൻ ഷേവ് ചെയ്യുമ്പോൾ പരാതിപ്പെടുന്ന ആരാധകരുണ്ട്, മീശ വളർത്തിയാൽ ഇഷ്ടപ്പെടുന്ന ആരാധകരുണ്ട്. ക്ലീൻ ഷേവനായിട്ട് ഞാൻ ഈ രാവണൻ എന്ന് പറഞ്ഞ സിനിമയിൽ സ്വഭാവത്തിൽ മീശരഹിതനായി നടക്കണമെന്നാണോ? അല്ല, ഞാൻ ഏറ്റവും കംഫർട്ടബിൾ മീശയും താടിയും ഇല്ലാതെ നടക്കുന്നവരാണ്. കാരണം ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ ഞാൻ അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. ഞാൻ സിനിമയ്ക്ക് വേണ്ടി വെച്ച എന്തോ ഒരു ആക്സസറി ആണ് ഈ മീശയും താടി എന്നുള്ള ഒരു ചിന്തയിൽ എനിക്ക് ഇപ്പോഴും മാറാൻ പറ്റിയിട്ടില്ല. ഈ പൃഥ്വിയുടെ ആരാധകരില് പെൺകുട്ടികളാണോ കൂടുതൽ? അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സിനിമകൾ തിയേറ്ററിൽ റിലീസാകുമ്പോൾ ആദ്യത്തെ ഒരു 3-4 ദിവസങ്ങൾ ചെറുപ്പക്കാർ മാത്രമാണ് തിയേറ്ററിൽ. നമ്മൾ ആദ്യത്തെ ദിവസമൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ സിനിമകൾ തിരുവനന്തപുരത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ട്രിവാൻഡ്രത്ത് പോയി കാണുക എന്നുള്ളൊരു ചടങ്ങ് എനിക്കുണ്ട്. അപ്പോഴൊന്നും ഞാൻ മിക്കപ്പോഴും ഒരു പെൺകുട്ടിയെ പോലും കാണാറില്ല, ഫുൾ ചെറുപ്പക്കാരാണ്. പിന്നെ ഈ വീട്ടിലേക്ക് കത്തുകൾ വിളിക്കുമോ പെൺപിള്ളേർ? നല്ല സുന്ദരി കുട്ടികളൊക്കെ ഈ ഫോൺ വിളിക്കുമ്പോൾ അവരുടെ സൗന്ദര്യം എത്രത്തോളം നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ആധികാരികമായിട്ട് ഒരു ബുദ്ധിമാനല്ലേ, തീർച്ചയായിട്ടും ചോദിക്കില്ലേ നിങ്ങൾ സുന്ദരിയാണെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അറിയാൻ പല വഴികളില്ലേ? അതെ, കത്തുകൾ കിട്ടാറുണ്ട്, ഫോൺ കോളുകൾ കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ എൻ്റെ ഒരു തമാശ, അവർ പലപ്പോഴും അവരാരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് എൻ്റെ കുറേ കഥാപാത്രങ്ങൾ കണ്ടിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അവർ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പൃഥ്വിരാജുണ്ട്. പേഴ്സണലായിട്ട് പൃഥ്വിക്ക് ആളെ ഒരു ബോർഡാണോ വ്യക്തിപരമായ ജീവിതത്തിൽ? അത് കുറച്ച് ബോർഡാണ്. ഞാൻ കുറച്ച് ഓൾഡ് ഫാഷൻഡ് ആണ്. ഞാൻ എൻ്റെ കഥാപാത്രങ്ങൾ അത്ര എക്സൈറ്റിംഗ് അല്ല. ഞാൻ എന്താ പറയാ, മറ്റേ സ്വപ്നക്കൂടിലെ കൊച്ചുകുഞ്ഞിൻ്റെ അത്രയും ഭയങ്കര ഓവർ സ്മാർട്ടോ അല്ലെങ്കിൽ ഈ നമ്മുടെ കഥാപാത്രങ്ങളിൽ അത്രയും യാതൊരു എന്താ പറയാ ചീത്ത സ്വഭാവം ഇല്ലാത്തൊരു നല്ല മനുഷ്യനൊന്നും അല്ല ഞാൻ. പെൺകുട്ടികൾ ഇത് ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടുക്കമുണ്ടാക്കും എന്ന് ഞാൻ പറഞ്ഞാൽ? അല്ല, ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ എൻ്റെ പെൺകുട്ടികളുടെ മൂല്യം കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുന്ന വിശ്വാസത്തിലാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. കാരണം കുറച്ചൊക്കെ ഒരു നെഗറ്റീവ് ട്രേറ്റ്സ് ഉള്ള നായകൻ വീണ്ടും ഇപ്പോൾ ഫാഷനബിൾ ആണ്. 70s പിന്നെ നസീർ സാറൊക്കെ വന്ന് നല്ലവനെ വീണ്ടും നായകനാക്കി. ഇപ്പൊ വീണ്ടും ലേശം ചീത്ത സ്വഭാവമുള്ള ആൾക്കാരാണ് വീണ്ടും നായകന്മാരാവുന്നത്. പൃഥ്വി ഈയിടയ്ക്ക് പൃഥ്വിക്ക് കല്യാണം കഴിക്കാനൊക്കെ ഉള്ള പരിപാടിയായിരുന്നു. അപ്പോൾ എനിക്ക് സംശയം തോന്നി എന്താ അറിയാമോ, ഈ അത്രയും ബുദ്ധിമുട്ട് ആളുകൾക്ക് വഴി ഉണ്ടായോ, അതോ ഇനി പൃഥ്വിക്ക് തീരുമാനിച്ച് ഇനി ഇത് കല്യാണം കഴിക്കുന്ന സംഭവം കുഴയും? അങ്ങനെ എനിക്ക് എൻ്റെ ചേട്ടനെ കാണുമ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര അസൂയുണ്ട്. കാരണം ചേട്ടൻ്റെ മൂത്ത മോൾക്ക് ഇപ്പോൾ 5 വയസ്സാകാൻ പോകുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും, ഇവള് കോളേജിലൊക്കെ ആകുമ്പോൾ എൻ്റെ ചേട്ടനൊരു 38 വയസ്സ് 40 വയസ്സേ ഉണ്ടാവുള്ളൂ. അതെനിക്ക് ഭയങ്കരമായിട്ട് അസൂയ തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു അച്ഛനും മോളും തോളോട് തോള് കൈയിട്ട് എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ച് നടക്കുന്ന അതെനിക്ക് ഭയങ്കര അസൂയാണ്. കാരണം അവൾ ഇപ്പോഴേ ഓൾമോസ്റ്റ് അങ്ങനെ ആയി. ചേട്ടനോടൊക്കെ ഇന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലൈനായി. അപ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര അസൂയുണ്ട്. അതുകൊണ്ട്
അത് മാത്രമാണ് എന്നെ ഒരു വിവാഹത്തിലേക്ക് ആകർഷിക്കുന്ന ഇപ്പോഴത്തെ ഒരു ഘടകം. പക്ഷേ കോളേജ് പഠിക്കുന്ന മകളുടെ വേറൊരു പ്രശ്നം ഉണ്ടാവില്ലേ? അതായത് പൃഥ്വി ഇപ്പം നല്ല നായകനായിട്ട് കത്തി നിൽക്കുമ്പോൾ ഈയുടെ മകള് സെന്റ് തെരേസസ് പഠിക്കുക. അതൊക്കെ മാറി ചേട്ടാ. ചേട്ടനൊക്കെ മറ്റ് പിൻതലമുറക്കാരായിട്ട് തോന്നുന്നതാണ്. അതെ, അതൊക്കെ മാറി. ഇപ്പൊ നമ്മളൊരു യങ് ഫാദർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെക്സ് സിമ്പിൾ ആണ് ഇപ്പോ. പിന്നെ അതൊക്കെ നമ്മള് ഇനി വരും തലമുറകളൊക്കെ സംഭവിക്കാൻ പോകുന്നത് അതാണ്. നമ്മളൊരു കേരളത്തിലെ മാറ്റം ഉണ്ടായോ? കേരളത്തിലെ ലോകത്തിൽ മുഴുവൻ ഉണ്ടായി. അത് കേരളത്തിലും വരും. എന്റെ സമയമൊക്കെ ആകുമ്പോൾ കേരളത്തിലും വരും. അതിന്റെ ആ മാറ്റത്തിന്റെ തുടക്കമാണ് നമ്മൾ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം വളരെ ഇഷ്ടപ്പെട്ടു. ഈ പൃഥ്വിയോട് പലരും ഈ പ്രണയത്തെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴേ ഒരു സിനിമയിൽ തന്നെ ഞാൻ ഒരു പ്രണയം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് ചിലപ്പോൾ മനസ്സിൽ അടുത്ത പ്രണയം തോന്നുന്നു. അതെ, ഈ പ്രണയത്തിന് ഇങ്ങനെ ചാഞ്ചാടി കളിക്കുന്ന ഒരു മനസ്സാ പൃഥ്വിക്കെന്ന് പറയാറുണ്ട്. കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രണയം എങ്ങനെയാ? ഇപ്പോൾ അഭിനയിക്കുന്ന പടത്തിലെ നായികയാരാണ് ജനീലയോടാണ് പ്രണയം. ഇത് എത്ര കാലം നിൽക്കും? അത് ഈ സിനിമയുടെ പാക്കപ്പ് വരെ അത്രേ ഉള്ളൂ. പാക്കപ്പ് കഴിഞ്ഞാൽ പ്രണയം പാക്കപ്പ് കഴിഞ്ഞാൽ അടുത്ത നായിക പ്രണയിക്കണ്ടേ എനിക്ക്? അതല്ലേ? അപ്പോൾ ഈ ഒരു റെക്കോർഡ് പോലെ സ്ഥാപിക്കൂ? അത് പറയാൻ പറ്റില്ല. അതെ, അത് ഈ പ്രണയം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഈ പ്രണയം എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ ആഴം കൂടി പോകും. ഇതൊരു ഇൻഫാറ്റുവേഷൻ ആണ്. ഞാനൊരു ചെറുപ്പക്കാരൻ ഒരു സുന്ദരിയായ പെൺകുട്ടിയോട് കൂടി ഞാൻ 10-45 ദിവസം അഭിനയിക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഒരു ഇൻഫാറ്റുവേഷൻ തോന്നും. ഇൻഫാറ്റുവേഷൻ തോന്നിയില്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ നോർമൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഗേ ആയിരിക്കും. ഞാൻ നോർമലാണ്, ഞാൻ ഗേ അല്ല. അതുകൊണ്ട് എനിക്കൊരു ഇൻഫാറ്റുവേഷൻ തോന്നും. പക്ഷെ ആ ഇൻഫാറ്റുവേഷന് മതിലുകളുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ആ ഇൻഫാറ്റുവേഷൻ മതിലുകളുണ്ട്. ആ മതിലുകൾ എവിടെയാണെന്ന് തിരിച്ചറിയാനുള്ള മെച്യൂരിറ്റി എനിക്കുണ്ട് എന്നുള്ളതാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി വിജയിക്കുന്നതെന്ന് അത് പ്രത്യേകമുണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഈ ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാങ്കിൽ ചിലപ്പം നമ്മൾ അഥവാ എത്ര ഡ്രൈവിംഗ് അറിയാമെങ്കിലും ഡ്രൈവിംഗ് അറിയാത്ത ആളെതിരെ വരുമല്ലോ എന്ന് പറയുന്ന പോലെ ഈ മതിൽ കൽപ്പിക്കാത്ത ആൾക്കാരെതിരെ വന്നാൽ അവർക്കാണ് അപകടം. സൂക്ഷിക്കണം തീർച്ചയായിട്ടും. ഈ എപ്പോഴെങ്കിലും ഈ ഡേഞ്ചർ ലൈറ്റ് കത്തിയിട്ടുണ്ടോ? പിന്നെ ഒരുപാട് പ്രാവശ്യം. അപ്പൊ പ്രത്യേകം എങ്ങനെ ഓടി രക്ഷപ്പെടുകയല്ല, അത് പലപ്പോഴും ഒരു വാക്കുകളിലേക്ക് എത്താതെ തന്നെ അവർക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ഇൻഫാറ്റുവേഷന്റെ മതിലുകൾ അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. എനിക്ക് ഇടയ്ക്കാന്ന് വെച്ച് പറഞ്ഞോട്ടെ, അതായത് പൃഥ്വിയുടെ ഈ കണ്ണുകളും പൃഥ്വിയുടെ ഈ ചിരിയും ചെറുപ്പക്കാരികൾ കുറച്ച് അപകടം ഉണ്ടാക്കുന്ന ഒരു സെക്സ് അപ്പീലുണ്ട്. ആണോ? എന്റെ ഭാഗ്യമല്ലേ അത്. അതുകൊണ്ട് തന്നെ പൃഥ്വി പറയാതെ തന്നെ പൃഥ്വി മനസ്സിൽ ഉദ്ദേശിക്കുന്നത് വിനിമയം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാനിങ്ങനെ കാണുന്ന പെൺകുട്ടികളോടെല്ലാം ഞാൻ പ്രണയാഭ്യർത്ഥനയും അപമര്യാദയായ അഭ്യർത്ഥനകളും നടത്തിയൊരു വ്യക്തിയൊന്നുമല്ല. ആക്ച്വലി അതിന്റെ ബേസിക് കാര്യം, ഞാൻ വളരെ ഒരു ഷൈ ആയിട്ടുള്ള ഒരാളാണ്. അത് എൻ്റെ കൂടെ അഭിനയിക്കുന്ന നായികമാർക്കും എന്നെ പരിചയമുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അല്ലാത്ത സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അറിയാം. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. സ്കൂളിലൊക്കെ ഈ അറിയാലോ, നമ്മൾ ഈ 11th 12th ഒക്കെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രണയാഭ്യർത്ഥനകളൊക്കെ ഞാൻ ആ സമയത്ത് അക്ഷരാർത്ഥത്തിൽ ഓടിക്കളയുമായിരുന്നു. കാരണം ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു ആ കാര്യത്തിൽ. പ്രോബബ്ലി ആൾക്കാർ പിന്നാലെ വന്നിട്ടുണ്ടോ? അത് എൻ്റെ സ്കൂളിൽ പഠിച്ച എൻ്റെ പെൺകുട്ടികളെ പഠിക്കുന്ന കാലത്ത് ഒരു കാമുകനൊക്കെ റോളൊക്കെ കെട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ എന്നെ പഠിക്കുന്ന കാലത്തുള്ള എന്റെ പെൺകുട്ടികളായ സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴെന്നോട് പറയുന്നത് തന്നെ സൗന്ദര്യമൊക്കെ പോയി, അവരൊക്കെ പറഞ്ഞ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ത് ഭംഗിയായിരുന്നു, എന്ത് പറ്റിയെന്നൊക്കെ ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ മേ ബി അന്നായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കാണാൻ നന്നായിരിക്കുക. പക്ഷെ ഈ പറയുന്ന പോലെ പലപ്പോഴും ഈ സ്കൂളിലും ഞാൻ ഏറ്റവും സുന്ദരനായതുകൊണ്ടുള്ള ഒരു എന്നോടുള്ള ഒരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ ഒന്നും ആയിരിക്കില്ല. ഈ സ്കൂളിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ നാക്ക് ഉപയോഗിച്ച് പ്രസംഗിക്കുക, ഈ എന്താ പറയുക അസംബ്ലിയിൽ കയറി എക്സ്റ്റംബറായിട്ട് വിഷയങ്ങളെ പറ്റി സംസാരിക്കുക, അതിലൂടെ ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ ആയിരിക്കും. അല്ല, എന്നേക്കാൾ സൗന്ദര്യമുള്ള എത്രയോ സുഹൃത്തുക്കൾ എനിക്കുണ്ടെന്ന് അറിയാം. എൻ്റെ വളരെ വളരെ ഹാൻസം ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഇപ്പോൾ ആർമിയിലുള്ള, ഇപ്പോൾ ബോർഡറിൽ പോസ്റ്റഡ് ആയിരിക്കുന്ന കുറേ ആർമി ഓഫീസേഴ്സ് ഉണ്ട്. അവരെയൊക്കെ ഇന്ന് കാണുകയാണെങ്കിൽ ശരിക്ക് എക്സ്ട്രോണർലി ഗുഡ് ലുക്കിംഗ് ആണ്. അവരൊക്കെ ഭയങ്കര ഫിസിക്കും ഹാൻസം ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ അത്ര ഹാൻസം ഒന്നുമല്ല. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഓവറോൾ നമ്മുടെ ഒരു ജഗപുകയിൽ ചിലപ്പോൾ ഒന്ന് വീണ് പോകുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ട്, പൃഥ്വി എന്തോ പുറത്തിറങ്ങിയിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യമല്ലോ. പൃഥ്വിയുടെ പടം ഇറങ്ങുമ്പോൾ തിയേറ്റർ നിറച്ച് പൈസ ചെലവാക്കി ആളെ കയറ്റിയിരുത്തുക, കൈയടിപ്പിക്കുക, മല്ലിക സുവരൻ. എന്നിട്ട് ഫാൻസിനെ സംഘടിപ്പിക്കുക, സംസ്ഥാന വ്യാപകമായിട്ട് സംഘടിപ്പിച്ച് ആളെ കൂട്ടുക. അങ്ങനെ പൃഥ്വിരാജിനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കുക. കുറച്ചൊക്കെ, ഒരുപാടൊന്നും വേണ്ട, കുറച്ചൊക്കെ എന്നെ ഓർത്ത് നിങ്ങൾക്കൊക്കെ അഭിമാനിച്ചാൽ എനിക്ക് വലിയ സന്തോഷം ഉണ്ടാവും.